വരും നമുക്ക് ചിക്കൻ ലസാഗുസ ഉണ്ടാക്കാം. ഇത് ഞാൻ ആദ്യമായിട്ട് കഴിക്കാൻ പോകുന്നതും ഇന്ന് തന്നെയാണ്. നമ്മൾ മിക്കവരും ഈ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോഴേ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത ഫുഡ് തെരഞ്ഞു പിടിച്ച് അത് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നതായിരിക്കുമല്ലോ പതിവ്. എന്നാൽ ഞാൻ അങ്ങനെയല്ല, കഴിച്ചിട്ടുള്ളത് തന്നെ പിന്നെയും വാങ്ങിക്കാം. എവിടെ ഫുഡ് കഴിക്കാൻ പോയാലും ആദ്യം അവിടുത്തെ മെനു ഫുള്ള് നോക്കും, എന്നിട്ട് അവസാനം കൊണ്ടിട്ട് കല ഉടയ്ക്കുന്ന പോലെ എല്ലായിടത്തും പോയി ബിരിയാണി തന്നെ ഓർഡർ ചെയ്യും. ആ മെനു സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ കാണുന്നവർ വിചാരിക്കും ഏതോ വലിയ എടുക്കാൻ വെക്കാത്ത സാധനമൊക്കെ ആയിട്ട് വരുന്നു. പക്ഷേ എന്നെ അറിയാവുന്നവർക്ക് നന്നായിട്ട് അറിയാം, കറങ്ങി തിരിഞ്ഞ് ബിരിയാണി തന്നെ വരും. ഇതുവരെ കഴിച്ചു നോക്കാത്ത കഴിക്കാനുള്ള പേടി കൊണ്ടാണോ, വാങ്ങിയിട്ട് അത് വല്ല പൊട്ട സാധനമായി പോയാലോ എന്നുള്ള തോന്നലുകൊണ്ടാണോ എന്ന് അറിയില്ല. അതിന് എന്താണെങ്കിലും ബിരിയാണി വിട്ടൊരു കളിയില്ല മക്കളെ. അങ്ങനെ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കുന്നത് ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ് ഈ ലസാഗു സാധനം. സമൂസ ഉണ്ടാക്കാൻ വാങ്ങിച്ച് സമൂസ ഷീറ്റ് ഒക്കെ വെച്ച് ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് ഇത് ഉണ്ടാക്കാന്ന് വിചാരിച്ചത്. നമ്മൾ സാധാരണ ലസാനിയൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന കാണുന്ന ഒരു ഭംഗിയുള്ള പാത്രം ഉണ്ടല്ലോ, അത് എന്റെ വീട്ടിൽ ഇല്ലാതെന്ന് മാത്രമല്ല ഉള്ള കണ്ട റെസിപ്പിയിൽ എല്ലാവരും അവനിലെ ഉണ്ടാക്കുന്നത്. നമുക്ക് അവനില്ലല്ലോടാ. അങ്ങനെ ഇഡലി പാത്രത്തിൽ ഒരു പരീക്ഷണമാണ് ഞാൻ നടത്താൻ ഉദ്ദേശിച്ചത്. ഏകദേശം അരമണിക്കൂർ എടുത്തു. ഉള്ളത് പറഞ്ഞാൽ സാധനത്തിന് ഒരു ലുക്ക് ഉണ്ടായിരുന്നില്ലെങ്കിലും പരീക്ഷണം സക്സസ് ആണ്. 100 മാർക്കും കിട്ടിയിട്ടുണ്ട്. ഇത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു, എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമായും ചെയ്തു. പൊട്ടനെ ലോട്ടറി അടിച്ച പോലെ ആയിരുന്നു ഞാൻ, കാരണം ഇത് ഇത്ര സക്സസ് ആവുന്ന ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല.